ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ ചിക്കൻ മന്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നത് ചെമ്മീൻ മന്തിൻ്റെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് 2 കിലോ ചിക്കനാണ്. ഈ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ 2 വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ 7 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു പിടി മല്ലിച്ചപ്പ വേണ്ടത്, അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരു ചെറിയ പിടി പുതിനയിലും അരിഞ്ഞിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഇട്ട് കൊടുത്തതാണ് പച്ചമുളക്. ഇനി ഇതിലേക്ക് 5 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ഉപ്പ് അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. 1.5 കിലോ അരിക്ക് 6 മാഗി ക്യൂബാണ്. ഉപ്പ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കളർ വേണം നിർബന്ധമില്ല, പക്ഷെ ഒരു നമുക്ക് കാണുമ്പോൾ ഒരു രസം തോന്നാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടെ തന്നെ 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കളർ ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കളർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റിനെ ബാധിക്കുന്നതല്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും അല്ലാതെ എത്തുന്ന രീതിക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ മാഗി ക്യൂബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട എന്താ വെച്ചാൽ 1.5 കിലോ അരിയും 2 കിലോ ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1.5 കിലോ അരിയും 2 കിലോ ചിക്കനിക്ക് നമുക്ക് ആവശ്യം വരിക 6 മാഗി ക്യൂബാണ്. ഉപ്പ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കന് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ വേവ് ഇവിടെ ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ റൈസിൻ്റെ സെക്ഷനിലേക്കാണ് പോണത്. അതിനായിട്ട് നമ്മൾ 1.5 കിലോ മന്തിയരി എടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ള മന്തിയരിയാണ് എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കുക. ഇത് നന്നായി ക്ലീൻ ആക്കണം. ഇനി നമ്മൾ അരി വേവിക്കാൻ പോണ കുടുക്കയിലേക്ക് 1 ഉണക്ക നാരങ്ങ, ഒരു വലിയ കറാമ്പട്ട പീസാക്കിയതും പിന്നെ ഒരു ചെറിയ പിടി കുരുമുളകും ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് കുടുക്കയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 95% ഇത് വെന്താൽ മതി. ഇപ്പം നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി ബാക്കി 5% നമ്മൾ ചിക്കൻ്റെ കൂടെ ഈ റൈസ് ഇട്ടിട്ടൊന്ന് ആവി കൊള്ളിക്കും. അപ്പോൾ ബാക്കി 5% അങ്ങനെ വെന്തോളും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ചായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളിത് റൈസ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ആവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ മഞ്ഞ ഫുഡ് കളറോ യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ ഒഴിച്ചു കൊടുത്തതെന്ന് മാത്രം. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ശേഷം നമ്മൾ ചെറിയ ഒരു ബൗളിൽ ചാർക്കോൾ വെച്ചെടുത്തിട്ട് ഇത് അതുപോലെ താത്തി വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഇതിൻ്റെ പുക വരാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒഴിച്ചെടുത്താൽ നന്നായിട്ട് പുക പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ പാത്രം മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചെടുത്ത് ഒരു 5 മിനിറ്റ്സ് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മന്തി ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലുള്ള ആ മുളകും ചാർക്കോളിലെ ബൗളും എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം.
ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്തിയിൽ നിന്ന് ചിക്കൻ മാറ്റി വെച്ച് കൊടുക്കലാണ്. കാരണം ഈ ചിക്കൻ മാറ്റി വെച്ച് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ മന്തി റൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് നമ്മൾ ചിക്കൻ മാറ്റാതെയാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചിക്കൻ മാത്രം ഒന്ന് മാറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അടിയിലുള്ള നമ്മളെ മസാലയും റൈസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മസാലയും എല്ലാ സൈഡിലേക്ക് എത്തുന്ന വിധം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആവുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെറുതെ പറയണമല്ല, ഞങ്ങൾ ഇത് ഒരു വട്ടം ട്രൈ ചെയ്തിട്ട് നന്നായി ടേസ്റ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ മാത്രമേ ഞങ്ങളിത് അപ്ലോഡ് ചെയ്യണുള്ളൂ. മാത്രമല്ല ഇത് ഞങ്ങൾ 1 മില്യൺ വ്യൂസ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. പെർഫെക്റ്റ് ആണ്, നല്ല ടേസ്റ്റാണ്. സാധാ മന്തിനെ പോലെയല്ല, ഒരു സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്, ഒരു സ്പൈസിനെസ്സും മൊത്തത്തിൽ പെർഫെക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. പിന്നെ പോകുന്നതിൻ്റെ മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടവർ കമൻറ്റും ചെയ്യുക. ബൈ.